ഗായ്സ്, നമ്മുടെ സിംഗപ്പൂർ ട്രിപ്പിൻ്റെ രണ്ടാമത്തെ പാർട്ടാണ്. ആദ്യത്തെ പാർട്ട് ഞാൻ ഇട്ടത് കൊച്ചിയിൽ നിന്ന് ഞാൻ ഫ്ലൈറ്റ് കയറിയത് മുതൽ ബാംഗ്ലൂരിൽ നിന്ന് എനിക്ക് കണക്ഷൻ ഫ്ലൈറ്റ് ആയിരുന്നു. അതിൻ്റെ കുറച്ച് വീഡിയോസൊക്കെയാണ് ഞാൻ അപ്ലോഡ് ചെയ്തത്. ഇപ്പോൾ നമ്മൾ ഓൾമോസ്റ്റ് സിംഗപ്പൂർ എത്താറായി. നിങ്ങൾ ഈ മേളിൽ നിന്ന് കാണുന്ന ഈ വ്യൂ ഒന്നും സിംഗപ്പൂർ അല്ല കേട്ടോ. എനിക്ക് തോന്നുന്നത് മലേഷ്യ ആണെന്ന് തോന്നുന്നു. മലേഷ്യ ത്രൂ ആണല്ലോ നമ്മൾ എന്തായാലും സിംഗപ്പൂരൊക്കെ പോകുന്നത്. അപ്പോൾ അവിടെയുള്ള കുറച്ച് ഐലൻഡ്സും അതുപോലെ മദർഷിപ്പൊക്കെ ഇങ്ങനെ നിങ്ങൾ കടലിൽ നിർത്തിയിട്ടാണ് കാണാൻ പറ്റുന്നുണ്ട്. കുറേ ഷിപ്പ് ഉണ്ട് കേട്ടോ, ചവറ് പോലെ. ഞാൻ ആദ്യമായിട്ടാണ് ഇത്രയും ഷിപ്പ് ഇങ്ങനെ കിടക്കണ കാണുന്നത്. ഇനി അങ്ങോട്ട് നിങ്ങൾ കാണുന്നതൊക്കെ സിംഗപ്പൂരാണ്. കാരണം നമ്മൾ സിംഗപ്പൂർ എയർപോർട്ടിൽ ലാൻഡ് ചെയ്യാൻ പോണെയാണ്. ഫുള്ള് ബിൽഡിംഗ് ആണ്. മേളിൽ നിന്ന് കാണുമ്പോൾ തന്നെ നിങ്ങൾക്ക് മനസ്സിലാവും കംപ്ലീറ്റ് ബിൽഡിംഗ് ആണ്. ഒരു കുട്ടി കുറച്ച് സ്ഥലങ്ങളൊക്കെ മാത്രം ബാക്കിയുള്ളു. ബാക്കി കംപ്ലീറ്റ്ലി ബിൽഡിംഗ് ആണ്. ഇങ്ങനെ നോക്കാൻ നേരത്ത് കുറേ നമ്മുടെ കൊച്ചിയില അല്ലെങ്കിൽ കേരളത്തിലൊക്കെ പോലെ കുറേ വീടുകളൊക്കെ കാണാൻ പറ്റും. പക്ഷേ ഇറങ്ങി കഴിയുമ്പോഴേക്കും നമുക്ക് ഒരു ഐഡിയ കിട്ടൂല. അങ്ങനത്തെ ഒരു വീടും ഞാൻ കണ്ടിട്ടില്ല കേട്ടോ. ഞാൻ ലാൻഡ് ചെയ്തതിന് ശേഷമുള്ള കാര്യം പറഞ്ഞേട്ടാ. ഞാൻ ആദ്യമായിട്ടാണ് കേട്ടോ ഇന്ത്യ വിട്ട് ഞാൻ ഒരു ജോബിന് വേണ്ടി പുറത്ത് പോണത്. ഇതിന് മുന്നേ ഞാൻ വർക്ക് ചെയ്തത് ഉടുപ്പി കൊച്ചിൻ ഷിപ്പ്യാർഡിലാണ്. അപ്പോൾ കേരളം വിട്ട് പോയിട്ടുണ്ടെന്ന് വെച്ചാൽ കേരളം വിട്ട് പോയിട്ടുണ്ട്. പക്ഷേ നമ്മുടെ ഇന്ത്യ വിട്ട് ഞാൻ എങ്ങും പോയിട്ടില്ല. ഭയങ്കര എക്സൈറ്റ്മെന്റ് ഉണ്ട്, അതുപോലെ ടെൻഷൻ ഉണ്ട് കേട്ടോ. നിങ്ങൾ ഈ ഫ്ലൈറ്റ് ലാൻഡ് ചെയ്യണ പോർഷൻ കണ്ടാൽ തന്നെ മനസ്സിലാകും. ആദ്യം കണ്ട പോലത്തെ ഒരു ബിൽഡിങ്ങും പിന്നെ നിങ്ങൾക്ക് കാണാൻ പറ്റൂല. ഓരോ പർട്ടിക്കുലർ ലൊക്കേഷൻസിലും ഒരേപോലത്തെ വീടായിരിക്കും. ഇപ്പൊ ഈ ഒരു ലൊക്കേഷനിൽ ഒരേപോലത്തെ വീടാണെങ്കിൽ നെക്സ്റ്റ് നിങ്ങൾ കാണുന്ന വേറെ ലൊക്കേഷൻ ആണെങ്കിൽ എൻറ്റയർലി ഡിഫറെന്റ് ആയിട്ടുള്ള ഒരേപോലത്തെ കുറേ ഫ്ലാറ്റുകൾ കാണും. നമ്മുടെ ഫ്ലൈറ്റ് ലാൻഡ് ചെയ്തിട്ടുണ്ട്. ലാൻഡ് ചെയ്തപ്പോൾ ചെറിയൊരു കുലുക്കമൊക്കെ ഉണ്ടായിരുന്നു. പക്ഷേ സേഫ് ആയിട്ട് നമ്മൾ ലാൻഡ് ചെയ്തിട്ടാ. ഗൈസ്, ഞാനിപ്പോൾ സിംഗപ്പൂർ എത്തി. ഇവിടെ നിന്ന് എങ്ങനെയാണ് നമുക്ക് മെട്രോ പിടിച്ചിട്ട് നമ്മുടെ റൂമിലോട്ട് പോകണമെന്ന് നോക്കാം. അധികം കോംപ്ലിക്കേഷൻസ് ഒന്നും ഇല്ല. ആൾക്കാരൊക്കെ ചോദിച്ചാൽ പറഞ്ഞൊക്കെ തരുന്നുണ്ട്, കുഴപ്പമില്ല. ഇവിടെ എല്ലായിടത്തും ഡയറക്ഷൻ ബോർഡ് വെച്ചിട്ടുണ്ട്. ട്രെയിൻ ടു സിറ്റി എന്നൊരു ബോർഡുണ്ട്. അപ്പോൾ അത് വെച്ചിട്ട് നമുക്ക് പോവാം. എന്തായാലും ഇവിടെ പോയിട്ട് തന്നെ കാർ എടുക്കാം. ഒരു $25 എങ്ങനെയെങ്കിലും ആവും ടിക്കറ്റ് എടുക്കാമെന്ന് പറഞ്ഞു. അപ്പോൾ $25 ഒരു $50 ഞാൻ കൈക്ക് എടുത്തിട്ടുണ്ട്. ഗൈസ്, നമ്മളെ നോട്ട് മടക്കി വെച്ചിട്ടുള്ള ഞാൻ മടക്കിയിട്ടുണ്ട്. സീനാകുമെന്നറിയില്ല. വിജനമായ വഴികളാണ്, ഇവിടെ ആരുമില്ല. താനാമെറ, നമുക്ക് ഈ താനാമെറയിലോട്ടാണ് ആദ്യം പോകേണ്ടത്. അവിടെ നിന്നാണ് നമുക്ക് നമ്മുടെ സ്റ്റേഷനിലോട്ട് പോകേണ്ടത്. താനാമെറ പ്ലാറ്റ്ഫോം A. അറൈവിങ് 10 minutes. നമുക്കാദ്യം ടിക്കറ്റ് എടുക്കണം. കേട്ടില്ല, തമിഴാണ് ഇവിടെ പറയുന്നത്. തമിഴൊക്കെ കേൾക്കുമ്പോൾ ആശ്വാസമുണ്ട്. ഗൈസ്, നമുക്ക് ഇവിടുന്ന് ടിക്കറ്റ് എടുക്കാം. അതായത് MRT എന്ന് പറഞ്ഞാൽ നമ്മുടെ മെട്രോ ആണ്. മെട്രോ പിടിച്ച് നമുക്ക് എവിടെ വേണമെങ്കിലും പോവാം. മെട്രോ ആണ് ഏറ്റവും ഈസിയസ്റ്റ് ട്രാൻസ്പോർട്ടേഷൻ. അപ്പോൾ ഇവിടുന്ന് $10 കൊടുത്തിട്ടുണ്ടെങ്കിൽ ഇവിടുന്ന് ഒരു കാർഡ് കിട്ടും. ആ കാർഡ് സ്വൈപ്പ് ചെയ്ത് നമുക്ക് എവിടെ വേണമെങ്കിലും പോവാം. പിന്നെ ഓരോ സ്റ്റേഷൻസും നമുക്ക് ക്യാഷ് ആഡ് ചെയ്യാമെന്നാണ് പറഞ്ഞത്. ഓരോ കൗണ്ടറിൽ നമുക്ക് ക്യാഷ് ആഡ് ചെയ്യാൻ പറ്റും. ഓക്കെ, അതെങ്ങനെയാണെന്ന് എനിക്കറിയില്ല, ഞാൻ കാണിച്ചു തരാം. ഗൈസ്, നമുക്ക് ഇതുപോലത്തെ ഒരു കാർഡ് കിട്ടും. ആക്ച്വലി ഇത് മെട്രോന് ട്രാവൽ ചെയ്യാനുള്ള കാർഡാണ്. അപ്പോൾ ഇത് കാർഡ് എടുക്കാൻ $10 ആണ്. $5 ഇവരുടെ ക്രെഡിറ്റും, $5 അവരുടെ $5 ക്രെഡിറ്റ് ആവും. $5 അവരുടെ എന്തോ ഫീസാണ്. അപ്പോൾ നമുക്ക് പൈസ ആഡ് ചെയ്യണമെങ്കിൽ ആഡ് ചെയ്യാം. അപ്പം ഞാനൊരു $10 കൂടി ഇതിനകത്തൊക്കെ ആഡ് ചെയ്തു. അപ്പോൾ ടോട്ടൽ എനിക്കിനകത്ത് $15 ഉണ്ടാവും. ഓക്കെ, നമുക്ക് ട്രാവൽ ചെയ്ത് നോക്കാം. നമ്മുടെ നാട്ടിലെ മെട്രോ ഒക്കെ പോലെ തന്നെയാണ്. കാർഡ് സ്വൈപ്പ് ചെയ്ത് പോകാൻ പറ്റില്ല. പക്ഷേ ഇവിടെ കുറച്ച് കോംപ്ലിക്കേഷൻ ഉണ്ട്. ഒറ്റക്കാകുമ്പോൾ ഭയങ്കര പാടാണ് ഗൈസ്. ഞാൻ എല്ലാം കണ്ട പെട്ടിയും ചട്ടിയൊക്കെ ആയിട്ടാണ് ഉണ്ടായിരുന്നു. അതുകൊണ്ട് പാടാ. നോക്കട്ടെ, സ്വൈപ്പ് ചെയ്ത് പോകാൻ പറ്റുമോ നോക്കട്ടെ. സംഭവം നമ്മൾ പുറത്തെത്തി, കാർഡ് കാണിച്ച് പുറത്തെത്തി. ഇനി നമുക്ക് ഇവിടെ പോകണം. ഇവിടെ കുറേ ഇതാണ് മെട്രോൻ്റെ ഡോർ. ഇതാണ് കേട്ടോ ഗൈസ്. നമ്മുടെ അവിടുത്തെ പോലത്തെ അല്ല. ചെന്നൈയിലൊക്കെ ഇങ്ങനെയാണ്, ഞാൻ കണ്ടിട്ടുണ്ട്. അപ്പോൾ ഏകദേശം ചെന്നൈയിലെ പോലെ തന്നെയാണ് ചാങ്കി എയർപോർട്ടിലെ മെട്രോ. കമ്പാരിസൺ നടത്തുന്നില്ല. നമുക്ക് തേനാമേര എന്നൊരു സ്ഥലത്ത് പോകണം. തേനാമേരയിൽ പോയി കഴിഞ്ഞാൽ അവിടെ നിന്ന് നമ്മൾ മാറി കയറണം. ഓക്കെ, ചാങ്കി എയർപോർട്ട്, എക്സ്പോ ആൻഡ് ദ സെക്കൻഡ് വൺ ഈസ് താനാമേര. നമുക്ക് ഈ താനാമേരയിലാണ് പോകേണ്ടത്. ഈ താനാമേര ചെന്നിറങ്ങിയിട്ട് വേണം നമ്മുടെ സ്റ്റേഷനോട്ട് പോകാൻ. അതിൻ്റെ സ്റ്റേഷൻ പൈനീർ സ്റ്റേഷനാണ്. കുറച്ച് ലോങ് ആണ്. 1 hour ഒക്കെ ഇരിക്കണം എന്നാണ് പറഞ്ഞത്. നോക്കാം. നമ്മുടെ പോലെ തന്നെ ഗൈസ്, ഇവിടെ മാപ്പ് ഉണ്ട്. ഈ മാപ്പ് നോക്കി അറിയാൻ പറ്റും നമുക്ക് പോകേണ്ട സ്ഥലം. ആക്ച്വലി ഇതാണ്, പയനീറാണ്. അപ്പോൾ ഇതാണ് പച്ച കളറാണ്. അപ്പോൾ പച്ച ലൈനായിരിക്കും പയനീറിന്. അപ്പോൾ പയനീർ പോകണ 2 റൂട്ട് ഉണ്ട്. ഒന്ന് റെഡ് കണ്ടോ,
അങ്ങനെ കണക്ഷൻ ട്രെയിൻ വരാറുണ്ട്. അതുകൊണ്ട് നമ്മൾ പച്ച പിടിക്കണം, പച്ച ലൈൻ നമ്മൾ പിടിക്കണം. നമ്മളിപ്പോൾ ചാങ്കിയിലാണ്. ചാങ്കി ആൻഡ് താനമേര 2 സ്റ്റോപ്പുള്ള അവിടെ നിന്ന് അടുത്ത ട്രെയിൻ പിടിക്കണം. ഓക്കെ, ചാങ്കി എയർപോർട്ടിൽ നിന്ന് 2 സ്റ്റോപ്പ് മാത്രമേ ഉള്ളൂ ഈ തേനാമേര സ്റ്റേഷനിലോട്ട്. അവിടെ നിന്നാണ് നമുക്ക് കണക്ഷൻ മെട്രോ വരുന്നത്. അതിപ്പോൾ ചാങ്കി എയർപോർട്ടിൽ ഇറങ്ങുന്ന ഏതൊരു പാസഞ്ചേഴ്സിനാണെങ്കിലും ഈ മെട്രോ എടുത്ത് പോകുന്ന ആൾക്കാർക്കാണെങ്കിൽ ചാങ്കിയിൽ നിന്ന് നമ്മൾ തേനാമേരയിൽ ഇറങ്ങുക തന്നെ വേണം. അവിടെ നിന്നാണ് നമുക്ക് എങ്ങോട്ടെങ്കിലും പോകാൻ പറ്റുള്ളൂ. ഗൈസ്, നമ്മൾ ആ ട്രെയിനിൽ നിന്നാണ് ഇറങ്ങിയത്. ആ ട്രെയിനിൽ നിന്ന് ഇറങ്ങി നമ്മൾ ഇപ്പോഴത്തെ ട്രെയിൻ പിടിക്കണം. പക്ഷേ ഇത് 2 ലൊക്കേഷനിലോട്ട് ട്രെയിൻ ആയതുകൊണ്ട് ഞാൻ വന്നപ്പോൾ തന്നെ ട്രെയിൻ ഉണ്ടായിരുന്നു, പക്ഷേ അത് മിസ്സായിപ്പോയി. ഞാനൊരു അമ്മച്ചെടുത്ത് ചോദിച്ചു, അമ്മച്ചി ഇത് 2 hours ലിങ്കിലോട്ടാണെന്ന് വെച്ചപ്പോൾ അമ്മച്ചി പറഞ്ഞു അല്ലെന്ന് പറഞ്ഞു. പക്ഷേ അത് ആക്ച്വലി 2 hours ലിങ്കിലോട്ടായിരുന്നു. പിന്നെ അവർ സോറി പറഞ്ഞിട്ട് അവർ പറഞ്ഞു അടുത്ത 3 minutes നമുക്ക് നമ്മുടെ ട്രെയിൻ വരും. ഇവിടെ ഇനി അടുപ്പിച്ച് ട്രെയിൻ, അതുകൊണ്ട് കുഴപ്പമില്ല, നമുക്കിവിടെ വെയിറ്റ് ചെയ്യാം. ഓക്കെ ഗൈസ്, കണ്ടു നോക്കേ എന്താ അടിപൊളിയായിട്ട് മെയിൻറ്റെയിൻ ചെയ്യണം. നോക്കിയേ, ആ സ്ക്രീനിൽ നമുക്ക് കാണാൻ പറ്റും. നിങ്ങൾക്ക് സ്ക്രീൻ കാണാൻ പറ്റുന്നുണ്ടോ? ഈ സ്ക്രീനിൽ അവരിങ്ങനെ ഏതോ സിംഗപ്പൂർ പരസ്യം പോകുന്നുണ്ടോ. ഇനി അടുത്ത ട്രെയിൻ ഇവിടെ നിന്ന് വരും. നമുക്ക് ഇവിടെ നിന്ന് ട്രെയിൻ കയറി പയനീർ പോയിറങ്ങണം. ഓൾമോസ്റ്റ് ഒരു 1 hour ഒക്കെ ഉണ്ടെന്നാണ് പറഞ്ഞത്. 1 hour. ഗായ്സ്, ഇതിവിടെയുള്ള ഫ്ലാറ്റൊക്കെയാണ്. നമ്മുടെ കൊച്ചിയിലെ ഫ്ലാറ്റൊക്കെ പോലെ തന്നെ ഉള്ളൂ. നോക്കുമ്പോൾ ഒരു മിനി എന്നല്ല, നമ്മൾ മിനി സിംഗപ്പൂർ ആക്കി എടുക്കാം കൊച്ചിയൊക്കെ. അങ്ങനെയൊക്കെ തോന്നുന്നു. ഒരു കൊച്ചി വൈബ് എന്നൊക്കെ തന്നെയല്ലോ കേട്ടോ ഇവിടെ. ഒരു കൊച്ചി വൈബാണ് ആക്ച്വലി. കുറച്ച് നാൾ കഴിഞ്ഞിട്ട് ഞാൻ പറയാം. ഒരു കൊച്ചി വൈബൊക്കെ തന്നെയാണ് ഗൈസ് ഇവിടെ. കുറച്ച് നാൾ കഴിഞ്ഞ് പറയാം, എങ്ങനെയാണെന്ന് പറയാൻ പറ്റില്ല. പിന്നെ ആൾക്കാരുടെ സ്വഭാവമൊക്കെയാണ്, നമുക്ക് ഒരു ഐഡിയ ഇല്ല. എന്തായാലും കുറച്ച് നാൾ നിന്ന് നോക്കാം, എങ്ങനെയുണ്ടെന്ന് നോക്കട്ടെ. ഫൈനലി ഞാൻ 1 hour മെട്രോയിൽ ട്രാവൽ ചെയ്തിട്ട് നമ്മുടെ സ്റ്റേഷനിൽ എത്തിയിട്ടുണ്ട്. നമ്മുടെ സ്റ്റേഷൻ്റെ പേര് പയനീർ എന്നാണ്. നിങ്ങൾ കാണുന്നത് നമ്മുടെ സ്റ്റേഷൻ്റെ മേളിൽ നിന്ന് നോക്കിയാൽ കാണുന്ന റോഡും ആ ഒരു വ്യൂ ആണ്. ഭയങ്കര ഭംഗിയാണ് കേട്ടോ. ശരിക്കും ഒരു ഫോറിൻ കൺട്രി ആണെന്ന് നമുക്ക് ശരിക്കും ഫീൽ ചെയ്യും. ഇവിടുത്തെ ഗവൺമെൻറ് ബസ്സാണ് നിങ്ങൾ ഈ കാണുന്നത് കേട്ടോ. കണ്ടിട്ടുണ്ടെങ്കിൽ ടൂറിസ്റ്റ് ബസ്സാണെന്ന് വിചാരിക്കും. അത്രക്കും നീറ്റ് ആൻഡ് ടൈഡി ആയിട്ടാണ് ഇവരിത് മെയിൻറ്റെയിൻ ചെയ്യുന്നത് കേട്ടോ. ഭയങ്കര ഭംഗിയാണ് കാണാൻ. ഇവിടെ കൂടുതലും ഡബിൾ ഡെക്കർ ബസ് തന്നെയാണ് കേട്ടോ ഞാൻ കണ്ടത്. സിംഗിൾ ഡെക്കറും ഉണ്ട്, ഇല്ലയെന്ന് പറയാനുള്ള, എന്നാലും കുറവാണ്. കമ്പാരിറ്റീവ്ലി ഡബിൾ ഡെക്കറാണ് കൂടുതൽ. അടുത്ത കൂടുതൽ സിംഗപ്പൂർ വിശേഷങ്ങളാക്കിയിട്ട് ഞാൻ അടുത്ത വീഡിയോ വരാം കേട്ടോ. സ്റ്റേ ട്യൂൺ.